الحمد لله الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا وصلى الله على محمد وعلى آله وصحبه أجمعين. സ്നേഹമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആയാത്ത് ദർസെ ഖുർആൻ ആശയ പഠന ക്ലാസ്സിലേക്ക് എല്ലാ സഹോദരങ്ങളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നാം സൂറ അൽ ഖിയാമ പഠനം ആരംഭിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ ഖിയാമയിലെ 3 സൂക്തങ്ങളുടെ ആശയങ്ങളും ആമുഖവുമാണ് നാം മനസ്സിലാക്കിയത്. ഇന്ന് നമുക്ക് 4 മുതലുള്ള സൂക്തങ്ങൾ പഠിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന ബൽ യുരീദുൽ ഇൻസാനു ലിയഫ്ജുറ അമാമ യസ്അലു അയ്യാന യൗമുൽ ഖിയാമ فإذا برق البصر وخسف القمر وجمع الشمس والقمر يقول الإنسان يومئذ أين المفر كلا لا وزر إلى ربك يومئذ المستقر. ആദ്യ സൂക്തങ്ങളില് അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാളിനെയും അതേപോലെ സ്വന്തത്തെ ആക്ഷേപിക്കുന്ന, നിരൂപണം ചെയ്യുന്ന മനസ്സിനെയും സത്യം ചെയ്യുകയായിരുന്നു. എന്നിട്ട് മക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചർച്ചയിൽ ഇടപെട്ടുകൊണ്ട് എന്ന പോലെ ഒരു ചോദ്യം ഉന്നയിക്കുകയാണ് ഉണ്ടായത്. അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമ. മനുഷ്യൻ വിചാരിക്കുന്നോ നമുക്ക് അവന്റെ എല്ലുകൾ ഒരുമിച്ച് കൂട്ടാൻ കഴിയില്ലെന്ന്? അഥവാ അവനെ പൂർവാവസ്ഥയിൽ പുനഃസൃഷ്ടിക്കുവാൻ സാധ്യമല്ല എന്നാണോ മനുഷ്യൻ കരുതുന്നത്? മക്കയിലെ പ്രമാണിമാര്, മക്കയിലെ സത്യനിഷേധികളായി മാറിയ വിഭാഗം വളരെ ശക്തമായിട്ട് ഉയർത്തെഴുന്നേൽപ്പിനെ, പരലോകത്തെ തള്ളിപ്പറയായിരുന്നു. അവരതിനെ പരിഹസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊരിക്കലും സാധ്യമല്ല. എന്തായിരുന്നു കാരണം? കാരണം മറ്റൊന്നുമല്ല, അവരുടെ ദേഹേച്ഛകൾക്കനുസരിച്ച്, താല്പര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നതിന് പരലോകബോധം തടസ്സമാകും. അതുകൊണ്ട് അങ്ങനെ ഒന്നില്ല എന്ന് കണ്ണടച്ചിരുട്ടാക്കാനാണ് അവർ തീരുമാനിച്ചു കളഞ്ഞത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയാണ്, ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചവന് പിന്നീട് അതിനെ പുനഃസംഘടിപ്പിക്കാനാണോ പ്രയാസം എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് 4-ാമത്തെ സൂക്തത്തില് അതിസൂക്ഷ്മമായ ഒരു തലം, മനുഷ്യ ശരീരത്തിലെ അതിസൂക്ഷ്മമായ ഒരു തലത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. സകലവും ഒരുമിച്ച് കൂട്ടാൻ അവന് കഴിയും. അസ്ഥിമാടം, മസ്തികൂടം മാത്രമല്ല, നിങ്ങളുടെ ശരീരത്തിലെ അതിസൂക്ഷ്മമായ ഘടകങ്ങൾ പോലും, വിരലടയാളങ്ങൾ പോലും തിരിച്ചു കൊണ്ടുവരാൻ കഴിയും എന്നാണ് 4-ാമത്തെ സൂക്തത്തിലൂടെ വ്യക്തമാക്കുന്നത്. ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. ബല ഇല്ലാതെ, പിന്നെ അല്ലാതെ, ഖാദിരീൻ കഴിവുള്ളവരായിക്കൊണ്ട്. ഖാദിർ കഴിവുള്ളവൻ, ഖാദിരീൻ ഇവിടെ ആ ഒരു അവസ്ഥയെ സൂചിപ്പിക്കുകയാണ്. അലാ അൻ നുസവ്വിയ, നാം ശരിപ്പെടുത്താൻ, കൃത്യമായി നിർമ്മിക്കുവാൻ. സവ്വായുസവ്വി, ചൊവ്വാക്കി, നേരെയാക്കി എന്നൊക്കെയാണ്. നാം ശരിപ്പെടുത്താൻ, കൃത്യമായി നിർമ്മിക്കുവാൻ കഴിവുള്ളവനായിക്കൊണ്ട്. ബനാനഹു,
അവന്റെ വിരൽ തുമ്പുകൾ, അവന്റെ വിരൽ തുമ്പുകൾ. ബല ഖാദിരീൻ, ഇല്ലാതെ, അതേ കഴിവുള്ളവരായിക്കൊണ്ട്, ഖാദിരീൻ അല അൻ നുസവ്വിയ ബനാന, അവന്റെ വിരൽ തുമ്പുകളെ ശരിപ്പെടുത്താൻ, കൃത്യമായി നിർമ്മിക്കുവാൻ. ബല ഖാദിരീന അല അൻ നുസവ്വിയ ബനാന. എന്തുകൊണ്ടില്ല? ഒരു ചോദ്യ ശൈലി അതിലുണ്ട്. നാം അവന്റെ വിരൽക്കൊടികൾ പോലും കൃത്യമായി നിർമ്മിക്കുവാൻ കഴിവുള്ളവനായിരിക്കെ എന്നാണ് ഖാദിരീൻ അവിടെ ആ ഒരു അവസ്ഥയുമായിട്ട് ബന്ധിപ്പിച്ച് പറയുമ്പോൾ, നിർമ്മിക്കുവാൻ കഴിവുള്ളവനായിരിക്കെ എന്തുകൊണ്ട് നമുക്ക് അവന്റെ എല്ലുകളെ ഒരുമിച്ച് കൂട്ടാൻ കഴിയില്ല? അതിസൂക്ഷ്മ ഘടകങ്ങൾ പോലും ഒരുമിച്ച് കൂട്ടാൻ കഴിവുള്ളവനായിരിക്കെ എന്തുകൊണ്ട് എല്ലുകൾ ഒരുമിച്ച് കൂട്ടാൻ കഴിയില്ല? അവർ എല്ലുകളെ കുറിച്ച് പ്രത്യേകം പറഞ്ഞിരുന്നു. ഇദാ കുന്ന ഇളാമൻ നഖിറ എന്നൊക്കെ പറഞ്ഞില്ലേ? മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം, ദ്രവിച്ചുപോയ എല്ലുകളെ ആർക്കാണ് വീണ്ടും ജീവിപ്പിക്കാൻ കഴിയുക? അതുകൊണ്ടാണ് ആദ്യം എല്ല് പറഞ്ഞത്. എന്നാൽ അതിലും സൂക്ഷ്മമായ ഘടകങ്ങൾ പോലും തിരിച്ചു കൊണ്ടുവരുവാൻ കഴിവുള്ളവനാണ് അള്ളാഹു എന്ന് പറയാൻ. ബനാൻ എന്നത് ബഹുവചനമാണ്, വിരലുകൾ എന്നാണ്. അതിന്റെ ഏകവചനം ബനാനത്ത് എന്നായിരിക്കും. അപ്പോൾ വിരൽ തുമ്പാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക. സൂറത്തുൽ അംഫാൽ 12 നേരത്തെ നമ്മൾ പഠിച്ചിരുന്നു, വദ്രിബു മിൻഹും കുല്ല ബനാൻ. അവിടെ ഉദ്ദേശിച്ചത് സന്ധികൾ തോറും, അല്ലെങ്കിൽ സകല അവയവങ്ങളും എന്ന ആശയത്തിലാണ് നമ്മൾ അവിടെ പഠിച്ചത്. യുദ്ധരംഗത്ത് എങ്ങനെയായിരിക്കണം ശത്രുവെ പ്രതിരോധിക്കേണ്ടത് എന്ന ശൈലിയിലാണ് ആ വാക്ക് അവിടെ വന്നിട്ടുള്ളത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അതിസൂക്ഷ്മമായ ഘടകങ്ങൾ പോലും പുനഃസൃഷ്ടിക്കുവാൻ കഴിവുള്ളവനാണ് അള്ളാഹു. നമ്മുടെ ശരീരത്തിൽ നമ്മൾ കാണുന്നത് എന്ന നിലയ്ക്ക് ഈ പ്രത്യക്ഷ ഭാഗങ്ങളല്ലേ ഉള്ളൂ. നാം തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ ശരീരത്തിനകത്ത് എന്തൊക്കെ സൂക്ഷ്മ സംവിധാനങ്ങളുണ്ട് എന്ന് നമുക്കറിയില്ല. പക്ഷെ അവൻ ആ സകലതും പുനഃസൃഷ്ടിക്കുവാൻ കഴിവുള്ളവനാണ് എന്നാണ് എടുത്തു പറയുന്നത്. വിരലടയാളം അതിൽ പ്രത്യേകത അർഹിക്കുന്ന ഒരു കാര്യമാണ്. ഫിംഗർ പ്രിന്റ്. ഓരോ മനുഷ്യനും അതുല്യനാണ്, തികച്ചും യുണീക്കാണ്, വ്യത്യസ്തനാണ് എന്ന് നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗവും വിളിച്ചു പറയുന്നു എന്നാണ് ഇപ്പൊ പറയുന്നത്. ഒരാളുടെ മുടിക്ക് തുല്യമായ മുടി മറ്റൊരാൾക്കും ഇല്ല. ഇങ്ങനെ ഓരോന്നും അങ്ങനെയാണ്. ഇപ്പോ എയർപോർട്ടിലെ കണ്ണാണ് നമ്മുടെ ഐഡന്റിറ്റി ആയിട്ട് ഉപയോഗിക്കുന്നത്, അല്ലെ? ഇങ്ങനെ എല്ലാ തലത്തിലും ഇത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. കൈവിരലിലും കൈവെള്ളയിലും സൂക്ഷ്മമായ ചാലുകളുണ്ട്. മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. വലിയ വരമ്പുകൾ പോലുള്ള ചാലുകളാണ് ഇതിൽ മുഴുവനും ഉള്ളത് എന്ന് കാണാം. പ്രത്യക്ഷത്തിൽ ഓരോ ശരീരവും ഒരുപോലെയാണ്, എല്ലാം ഒരുപോലെയാണ് കാണുന്നത്. മനുഷ്യൻ എന്ന നിലയ്ക്ക് എല്ലാവരും ഒരുപോലെ. അവരുടെ മുഖഭാവത്തിലും നിറത്തിലും ഒക്കെ വ്യത്യസ്തത ഉണ്ടാകുമെങ്കിലും മനുഷ്യർ എല്ലാവരും മൊത്തത്തിൽ ഒരുപോലെയാണ്. ഖുർആനില് ഒരു പ്രയോഗം നമ്മൾ പഠിച്ചിരുന്നു, സസ്യങ്ങളെ കുറിച്ച്, ധാന്യങ്ങളെ കുറിച്ചൊക്കെ. മുത്തശാബിഹം വഗൈറ മുത്തശാബിഹ്, അല്ലെ? സാദൃശ്യമുണ്ട്, എന്നാൽ സാദൃശ്യമില്ല. അപ്പൊ സാദൃശ്യമുള്ളവയും സാദൃശ്യമില്ലാത്തവയും. അപ്പൊ സാദൃശ്യമുള്ളത് എന്താണ്? എല്ലാ മനുഷ്യരും ഒരേപോലെയാണ് ഒറ്റ നോട്ടത്തില്, കൈകാലുകളും മുഖവും ഒക്കെ അങ്ങനെയാണ്. എന്നാൽ സൂക്ഷ്മമായിട്ട് ഓരോ മനുഷ്യനിലേക്കും പ്രത്യേകമായിട്ട് നോക്കുമ്പോഴോ വ്യത്യാസങ്ങളാണ്. എല്ലാവരുടെയും രക്തം ചുവന്നതാണ്, പക്ഷെ അത് പരിശോധിക്കുമ്പോൾ വ്യത്യസ്ത ഗ്രൂപ്പുകളാണ്, അല്ലെ? ഇങ്ങനെ ഓരോന്നിലും അതിസൂക്ഷ്മമായ സവിശേഷതകൾ അല്ലാഹു തആല നിക്ഷേപിച്ചിരിക്കുന്നു. അൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ. അള്ളാഹുവിന്റെ സൃഷ്ടിപ്രക്രിയയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 3 നാമങ്ങളാണ്. നമ്മൾ വിശദമായി സൂറത്തുൽ ഹശ്റിൽ പഠിച്ചതാണ്. എന്താ ഇങ്ങനെ 3 പദങ്ങളൊക്കെ ഉപയോഗിച്ചത്? കാരണം ഇത് തന്നെയാണ്. പിന്നെ അൽ ബദീഅ് മറ്റൊരു പേരുണ്ട് സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട്. അപ്പൊ എല്ലാം ചേരുമ്പോൾ ഇങ്ങനെ തികച്ചും അതുല്യമായ സൃഷ്ടിപ്പാണ് അള്ളാഹു നിർവഹിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ആ മുത്തശാബിഹം വഗൈറ മുത്തശാബിഹ് എന്ന പ്രയോഗം ഇവിടെയും ചേർത്ത് മനസ്സിലാക്കാം. എല്ലാ സൃഷ്ടികളിലും അതിസൂക്ഷ്മമായ വൈവിധ്യങ്ങളുണ്ട്.
വിരലടയാളം ശരിക്കും പാരമ്പര്യമായിട്ട് ലഭിക്കുന്നതാണ്. ഇരട്ട കുട്ടികളുടെ വിരലടയാളങ്ങൾ പോലും വ്യത്യസ്തമാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. രൂപഭാവങ്ങളിലൊക്കെ ഒരുപോലെ തോന്നുന്ന ഇരട്ട മക്കളുടെ വിരലടയാളങ്ങളും വ്യത്യസ്തമാണത്രേ. പാരമ്പര്യമായി ലഭിക്കുന്നത് കൊണ്ട് തന്നെ ഒരാൾക്കുള്ളത് മറ്റൊരാൾക്ക് ഉണ്ടാവുന്നില്ല. പക്ഷേ ആ പാരമ്പര്യത്തിന്റെ സാമ്യതകൾ ഉണ്ടെങ്കിലും അതിനകത്തും വ്യത്യസ്തതകൾ ഉണ്ട് എന്നതാണ്. ഇന്ന് കുറ്റവാളികളെ പിടികൂടാൻ ഉപകരിക്കുന്ന വലിയ ഒരു സംവിധാനമായിട്ട് മാറിയിരിക്കുന്നു ഇത്. പണ്ട് മുതലേ ഒപ്പുവെക്കുന്ന സംവിധാനം ഉണ്ടല്ലോ. ഒപ്പുവെക്കുന്നതിന് പകരം വിരലടയാളം വെക്കുന്ന രീതിയുമുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഒരാളെ തിരിച്ചറിയാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ചൈനയിലാണ് ആധുനിക യുഗത്തില് ഈ വിരലടയാളം പ്രയോജനപ്പെടുത്തുന്ന സംവിധാനം ആരംഭിച്ചതത്രേ. 1880 ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞൻ ഫ്രാൻസിസ് ഗാർട്ടൻ ആണ് പിന്നീട് അത് കണ്ടെത്തുന്നത്. വിരലടയാളം ഉപയോഗിക്കുന്ന രീതി ചൈനയിലാണ് ആരംഭിച്ചത്. എന്നാൽ പിന്നീട് കുറച്ചുകൂടി ശാസ്ത്രീയമായിട്ടത് കണ്ടെത്തി രൂപപ്പെടുത്തുന്നത് 1880 ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞൻ ഫ്രാൻസിസ് ഗാർട്ടൻ ആണ്. 1884 ബ്രിട്ടൻ അത് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. പിന്നീട് പല കുറ്റാന്വേഷണ സംഘങ്ങൾ, സ്കോട്ട്ലൻഡ് യാർഡ് പോലെയൊക്കെയുള്ള കുറ്റാന്വേഷണ സംഘങ്ങൾ ഈ മാർഗം ഉപയോഗിച്ചു തുടങ്ങി. ഇപ്പൊ ലോകതലത്തിൽ തന്നെ ഈ സംവിധാനം നിലനിൽക്കുന്നതായിട്ട് കാണാം. കുഞ്ഞിന് ഗർഭാശയത്തില് 3 മാസം പ്രായമാകുമ്പോഴേക്ക് ഈ വിരലടയാളം രൂപപ്പെട്ടു തുടങ്ങുന്നു എന്നാണ്. മനുഷ്യനില് ആലോചിച്ച് നോക്കൂ, 600 കോടി സെല്ലുകളുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ തികച്ചും വ്യത്യസ്തമായ ഗർഭാശയത്തിൽ രൂപപ്പെടുന്ന, പുറമെ കാണുന്ന ഒരു തൊലി മാത്രമല്ല ഇത്, മറിച്ച് അതിൻ്റെ അകത്ത് അതിൻ്റെ മദർ ലെയർ ഉണ്ട്. അതിൻ്റെ അടിസ്ഥാന ലെയർ, അതിൻ്റെ പാളി അകത്താണ്. അപ്പൊ പുറമെ തീപ്പൊള്ളലേറ്റാൽ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും തൊലി നഷ്ടപ്പെട്ടാൽ പിന്നെയും അത് മുളച്ചു വരുന്നതായിട്ട് കാണാൻ സാധിക്കും എന്നാണ് അതിൻ്റെ പ്രത്യേകത. അത് വല്ലാത്ത സംഭവമാണ്. ചിലരെങ്കിലും ഫിംഗർ പ്രിന്റ് ഇല്ലാതെയും ജനിക്കുന്നുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. മനുഷ്യർക്ക് മാത്രമല്ല, ചിമ്പാൻസി പോലെയൊക്കെയുള്ള ചില മറ്റ് മൃഗങ്ങൾക്കും ഇത് ഉണ്ട് എന്ന് പറയപ്പെടുന്നു. അതിനാൽ ഇത്തരം സകല സൂക്ഷ്മ സംവിധാനങ്ങളോടെ തന്നെ മനുഷ്യനെ നാം ഉയർത്തെഴുന്നേൽപ്പിക്കും എന്നാണ് അള്ളാഹു നമ്മോട് വിളിച്ചു പറയുന്നത്. വഫി അംഫുസിക്കും അഫലാ തുബ്സിറൂൻ, നിങ്ങളിൽ തന്നെ ഉണ്ടല്ലോ ദൃഷ്ടാന്തങ്ങൾ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ സൂക്ഷ്മമായിട്ട് ആലോചിക്കുന്നില്ലേ എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. ഒരുപാട് പഠിക്കാനിരിക്കുന്നു നമ്മളെ കുറിച്ച് തന്നെ. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, ഏറ്റവും നല്ല ഘടനയിലാണ് നാം മനുഷ്യനെ സൃഷ്ടിച്ചത്. ആ പ്രയോഗങ്ങളൊന്നും ഒറ്റ വാക്കിൽ അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ളതല്ല. ജീവിതകാലം മുഴുവനും മനുഷ്യൻ അവനവനെ കുറിച്ച് പഠിച്ചാൽ തന്നെ തീരില്ല എന്നാ പറയുന്നത്. വൈദ്യശാസ്ത്രം കാണുന്നില്ലേ, അതിങ്ങനെ ഓരോ ബ്രാഞ്ചസും അതിസൂക്ഷ്മ പഠനത്തിന് വിധേയമാക്കപ്പെടുന്ന വിദഗ്ധ പഠന മേഖലകളായിട്ട് പിന്നെയും പിന്നെയും വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മനുഷ്യൻ തന്നെ ഒരു മഹാപ്രപഞ്ചമാണ്. അതൊന്നും അറിയാതെ, ഇങ്ങനെ ആരാണ് സൃഷ്ടിച്ചത് എന്ന് തിരിച്ചറിയാതെ, അവനോടുള്ള വിധേയത്വം അറിയാതെ ജീവിക്കുമ്പോൾ മനുഷ്യൻ ഉത്തരവാദിത്ത ബോധമില്ലാത്തവനായിട്ട് മാറിപ്പോകുന്നു എന്നുള്ളതാണ്. 5-ാമത്തെ സൂക്തം അതാണ് സൂചിപ്പിക്കുന്നത്. ഇങ്ങനൊക്കെ ആയിട്ടും അവന്റെ കൂടെ അവനിൽ തന്നെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ നിശ്ചയിച്ചു വെച്ചിട്ടും കണ്ടില്ലേ, ഈ മനുഷ്യന്റെ നിലപാടിലൊന്നും ഒരു മാറ്റവും ഇല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ കുറിച്ച് വിലയിരുത്തുകയാണ് 5-ാമത്തെ സൂക്തത്തില്.